ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2018. ഇന്ന് ജൂലൈ മാസം 10-ാം തീയതി. ഈ ആണ്ടിലെ 191-ാമത്തെ ദിവസത്തിലെത്തി. യേശു ബോധപൂർവം തന്നെയാണ് പറഞ്ഞത്. നമുക്ക് കാര്യമായൊന്ന് കൊള്ളേണ്ടതുമാണ്. കൊള്ളിക്കാൻ നോക്കിയതാണ്. കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ലല്ലോ, കാതുണ്ടായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ, ഹൃദയമുണ്ടായിട്ടും നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെയാണ് അല്ലേ? നമ്മുടെ ഒരു വിചാരത്തെ തകിടം മറിക്കുന്നുണ്ട്. നമ്മൾ എല്ലാം കാണുന്നുണ്ട്, അങ്ങനെ ഒരു വിചാരത്തിലാണ്. എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, വേണ്ടതുപോലെ എല്ലാം പറയുന്നുണ്ട്. ഇതൊരു തെറ്റിദ്ധാരണയാണ്, ശരിയായ ധാരണയല്ല. നമ്മൾ കാണുന്നുണ്ട്, കാണേണ്ടതാണെന്നുള്ളതാണ്. കേൾക്കുന്നുണ്ട്, കേൾക്കേണ്ടതാണെന്നാണ്. പറയുന്നുണ്ട്, അത് പറയേണ്ടതാണോ, പറയേണ്ട അവസരത്തിൽ പറയേണ്ടതാണോ, അത്തരമൊരു പരിശോധന, ഒരു ഫിൽറ്ററിങ് നടക്കുന്നില്ല. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായത്തില് അതിന്റെ 32-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഒരു ഊമയായ മനുഷ്യനെ യേശു സൗഖ്യപ്പെടുത്തുന്നുണ്ട്. എന്താണ് അയാളുടെ പ്രത്യേകത? അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു ഭൂതം ബാധിച്ച് ഊമയായി പോയ ഒരുവനാണ്. ചില ആളുകളാണ് അവൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. അവന്റെ ഉള്ളിലെ ഭൂതത്തെ യേശു പുറത്താക്കുക. അതോടുകൂടി അവന്റെ സംസാരശേഷി അവന് തിരികെ കിട്ടുകയാണ്. അവൻ മിണ്ടിയതായിട്ട് അവൻ സംസാരിച്ചു എന്ന് പറയുമ്പോഴും അവൻ എന്ത് സംസാരിച്ചു എന്ന് അവിടെ പറയുന്നില്ല. പക്ഷെ ജനക്കൂട്ടം സംസാരിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേലിൽ ഇങ്ങനെ ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല. അത്രത്തോളം വലിയൊരു അത്ഭുതമാണ് അത്. ജനക്കൂട്ടത്തിന്റെ ആശ്ചര്യമാണ് കേട്ടോ. ആശ്ചര്യം എപ്പോഴും ഒരു ആഴമുള്ള തിരിച്ചറിവിൽ നിന്നൊന്നും ആവണമെന്നില്ല. ഇതേ ആവേശത്തോടും ആർവത്തോടും അവനെ ക്രൂശിക്കുക എന്ന് ഇതേ ജനക്കൂട്ടം പിന്നീട് പറയാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത്ഭുതം കണ്ട ആശ്ചര്യത്തില് നമ്മൾ വീണുപോകരുത്. പിന്നെ അവിടെ മിണ്ടുന്നത് പരീശന്മാരാണ്. അവരും ഈ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി സാക്ഷ്യം വഹിച്ചവരാണ്. അവരെന്താ പറയുന്നത്? ഇവൻ യേശുവേ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഈ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കുന്നത്. അവർ മിണ്ടുന്നവരാണ്. അവർ മിണ്ടുകയും ചെയ്യും. സുവിശേഷം അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും. ആലോചിച്ചും ഓർത്തു നോക്കി. മിണ്ടുന്നവരൊക്കെ മിണ്ടേണ്ടതാണോ മിണ്ടുന്നത്? കാണുന്നതിനും കേൾക്കുന്നതിനും മിണ്ടുന്നതിനും മുമ്പ് ഒരു മെഡിറ്റേഷൻ, ധ്യാനം ആവശ്യമാണ്. ഇത് ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുകയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ്, എങ്ങും എത്തിയിട്ടില്ലെങ്കിലും. എന്തായാലും നമ്മളും മിണ്ടുന്ന ഊമന്മാരാണ്. അങ്ങനെ കരുതുന്ന നല്ലത്. കേൾക്കുന്ന ചെകിടന്മാരാണ്, കാണുന്ന കുരുടന്മാരാണ്. ആ ഒരു അവബോധത്തിലേക്കെങ്കിലും നമുക്ക് എത്തിച്ചേരാം. ആമേൻ.